ഒരു ലേഡി ഒരു കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിങ്ങനെ കരയുന്നു. ഈ ലേഡി ശരിക്കും ശ്രദ്ധിക്കാൻ ഉണ്ടായ സംഭവമാണ്. ഈ ലേഡിയെ സംബന്ധിച്ചും ഈ ലേഡി അതിന് മൈൻഡ് ചെയ്യുന്നില്ല. കുഞ്ഞ് അപാരമായ കരച്ചിൽ, വാവിട്ട് കരയുന്നു. ഈ ലേഡി ഒരു അന്തം വിട്ട പോലെ നിൽക്കുന്നു. എന്താ പരിസരബോധമില്ല. ആൾക്കാർ മുഴുവൻ ഈ ലേഡി എങ്ങനെ തെറി പറയാൻ തുടങ്ങി. ഈ കുഞ്ഞ് ഇങ്ങനെ കരഞ്ഞിട്ട് പോലും മൈൻഡ് ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞ് തെറി പറയാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ലേഡിക്ക് ബോധം. ലേഡി പറഞ്ഞു, ഇതെന്റെ കുട്ടിയല്ല, ഒരു ലേഡി അവിടെ ആക്സിഡന്റ് ആയപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ ആ കുട്ടിനെ പിടിച്ചിട്ട് വണ്ടിയിൽ അങ്ങ് കയറിയതാണ്, പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എസ്വർണോ? അപ്പൊ ആൾക്കാർ ചിന്ത മാറിയില്ലേ? എസ്വർണോ? അപ്പോ ഞാൻ പറയുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് റിയാലിറ്റി ഡിപ്പെൻഡ് ഹെവിലി ഓൺ ദി അൺകോൺഷ്യസ് ആൻഡ് സ്ലൈറ്റ്ലി ഓൺ ദി കോൺഷ്യസ് ബിലീഫ്. അതായത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അനുഭവങ്ങളും ഭൂരിപക്ഷവും ബോധമില്ലാതെ ചിന്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ബോധത്തോടു കൂടി മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ. ഓൺലി 4%, കേവലം 4% അല്ലെങ്കിൽ അതിലും താഴെ കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ ബോധപൂർവം ചെയ്യുന്നുള്ളൂ. ഇഫ് യു ക്യാൻ ഇന്റർഫർ ദിസ് 4%, ഈ 4% കൂട്ടി 5ആക്കി, 10ആക്കി, 15ആക്കി, 20ആക്കി, എത്രത്തോളം നിങ്ങൾക്ക് ഈ 4% കൂട്ടാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം മാറും. മനസ്സിലായി?